കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. അതിൻ്റെ അവസാനം നമ്മളിങ്ങനെ വായിക്കുന്നു: ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താഗതികളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. 9 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ആരും അറിയാത്തവരാണ്, പക്ഷേ എല്ലാവരും നല്ലവണ്ണം അറിയുന്നവരാണ്. മരിക്കുന്നവരാണ്, പക്ഷേ ജീവിക്കുകയാണ്. ശിക്ഷിക്കപ്പെടുന്നവരാണ്, പക്ഷേ കൊല്ലപ്പെടുന്നില്ല. ദുഃഖിതരാണ്, പക്ഷേ വളരെ സന്തോഷമുണ്ട്. ദരിദ്രരാണ്, പക്ഷേ മറ്റു പലരെയും സമ്പന്നരാക്കുകയാണ്. ഒന്നുമില്ലാത്തവരാണ്, പക്ഷേ എല്ലാം കൈവശമുള്ളവരാണ്. പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എല്ലാം. അതിലവസാനത്തെ കാര്യം, ഒന്നുമില്ലാത്തവരാണ്. ദൈവദാസന്മാരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ കൈകളിൽ ഒന്നുമില്ലാതിരിക്കാം. അവരാരോടും പറയാറില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായിരിക്കാം. അവർ ആരോടും പറയില്ല. അവർ ജീവിത സന്ധാരണത്തിൽ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം. ആരോടും അവരത് ഷെയർ ചെയ്യാറില്ല. എന്നിട്ടും വായിക്കുന്നത്, ഒന്നുമില്ലാത്തവരാണ്, പക്ഷേ എങ്കിലും എല്ലാം കൈവശമുള്ളവരാണ്. എല്ലാം കൈവശമുള്ളവെന്ന് പറയുമ്പോൾ അനേക ദൈവദാസന്മാരെ കൃപ കൊണ്ട് നിറച്ച ദൈവം, അവർ രക്ഷയിലേക്ക് മറ്റുള്ളവരെ നയിപ്പിക്കുവാൻ കൃപ കൊടുത്ത ദൈവം, അവരെ ശുശ്രൂഷകളിൽ നിന്ന് ശുശ്രൂഷയിലേക്ക് യാത്ര അയപ്പിച്ച ദൈവമാണ് അവരെ കൈവശമുള്ളതാക്കി തീർക്കുന്നത്. എല്ലാം കൈവശമുള്ളതാക്കി തീർക്കുന്നത് ദൈവമാണ്. അപ്പോഴും അവർക്കൊന്നുമില്ല. അവർ ദരിദ്രരാണ്, പക്ഷേ അവരുടെ ആ ദാരിദ്ര്യ മുഖാന്തരം മറ്റു പലരെയും സമ്പന്നരാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവിക ശുശ്രൂഷയുടെ ഏറ്റവും വലിയ മഹത്വം.